അത് പൂരം കലക്കി നേടിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്കിൽ പിന്നെ കേരളത്തിൽ നെക്സ്റ്റ് ഇവിടെ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ ഒത്തുനോക്കുന്ന മുന്നണി ഐക്യജനാധിപത്യ മുന്നണി തന്നെയാണ് അധികാരത്തിൽ വരികയും ചെയ്യും. ഈ പാണക്കാട് വന്ന് ചർച്ച നടത്തിയതിൽ അതിന് ദൃശ്യവും ഫോട്ടോ ഒക്കെ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാണ് ആ ചർച്ച. ഞങ്ങൾ എടുത്തു ചോദിച്ചു ഹൈദരാബാദ് തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നതാണോ? അങ്ങനെയല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നേ ചർച്ചയ്ക്ക് വന്നു, പാണക്കാട് വന്നു എന്നാണ്. അതിന് ദൃശ്യങ്ങളൊക്കെ മന്ത്രിയുടെ കയ്യിലുണ്ടെന്നാ പറയുന്നത്. സാധ്യതയില്ല. മലപ്പുറത്തെ മീഡിയക്കാരെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പാണക്കാട് നടക്കും. പാണക്കാട് എന്ന് പറഞ്ഞാൽ എപ്പോഴും സുതാര്യമായി തുറന്നു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമല്ലേ, ഓപ്പണാണ്. അവിടെ പിന്നെ രഹസ്യമായ വിസിറ്റ് സാധ്യമല്ല. കെ സുരേന്ദ്രൻ വിചാരിച്ചാലും നടക്കൂല. കെ സുരേന്ദ്രൻ വന്നാ പറഞ്ഞത്. ഇല്ല, എൻ്റെ അറിവിലില്ല. പിന്നെ മാത്രം അങ്ങനെയല്ല, അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുമില്ല. അതിനുമുമ്പ് പ്രതിപക്ഷ നേതാവിനെ PR ഏജൻസി ഒരു ജില്ല കേന്ദ്രീകരിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്യാൻ, അതും ദേശീയ തലത്തിൽ അത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ അഴിച്ചുവിടാൻ ശ്രമിച്ചത് അത് ചെറിയ കാര്യമല്ല, ഒറ്റപ്പെട്ട കാര്യമല്ല. കാരണം അത് മുഖ്യമന്ത്രിയുടെ പേരിലാണ് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കാരണം മുഖ്യമന്ത്രി അപ്പോൾ ഏത് തലത്തിലാണ് അതിനെപ്പറ്റി ഒരു ആലോചന ഉണ്ടായതെന്നും അത് എഴുതിയുണ്ടാക്കി PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ തിരികെ കയറ്റിയത് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് അവരാണ്. ആലോചന ഉണ്ടായിരിക്കുന്നു, അതിന് തന്നെയല്ലേ നമ്മൾ സാധാരണ ഗൂഢാലോചന എന്ന് പറയുന്നത്. ഗൂഢാലോചന നടത്തിയതാരാന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. രണ്ടുണ്ട്. ഞാൻ നേരെ പറഞ്ഞാണല്ലോ, രണ്ടുമുണ്ട്. ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ വേണം, ഒന്ന്. രണ്ട്, ഈ PR ഏജൻസി ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവർക്കെതിരെ നടപടി വേണം, കാരണം ഇല്ലാത്ത കാര്യമാണ്. ഇന്നലെ വി അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നു BJP നേതാക്കൾ പാണക്കാട് എത്തി ലീഗ് നേതൃത്വത്തിൽ കൂടിക്കാഴ്ച നടത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ മെച്ചപ്പ് വന്നിരുന്നു, അതെനിക്കറിയാം. അതല്ലാതെ പിന്നെ വന്നതായി ഞാനറിയില്ല. ഒന്നുമില്ല. മലപ്പുറത്തേക്ക് ജില്ലയിലുടനീളം തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും, എല്ലാ പഞ്ചായത്തിലും, മുനിസിപ്പാലിറ്റിയിലും. ഇത് മറ്റെന്തെങ്കിലും നമുക്ക് വിഷയം തിരിച്ചുവിടാൻ വേണ്ടി മലപ്പുറം അങ്ങനെ മലപ്പുറത്തെ മാത്രമാക്കി സമരം കാര്യങ്ങൾ അതൊരു സംസ്ഥാന തലത്തിൽ തന്നെ ലീഗ് ഏറ്റെടുക്കും. ഇതിനേക്കാളും വലിയതൊന്നുമില്ല. ഇത് തിരിച്ച് വേറെ എവിടേക്കും വിട്ടതാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞിപ്പോൾ അങ്ങോട്ട് തന്നെ പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ മുഖ്യമന്ത്രി. ആകെ ഉണ്ടായിരുന്ന പിന്തുണയും അവർക്ക് നഷ്ടപ്പെടുന്ന ഇഷ്യൂ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ സജീവമായിട്ടുള്ളത് മുഹമ്മദ് റിയാസാണ്. പക്ഷെ അദ്ദേഹം വളരെ രോഷാകുലനായിട്ടാണ് പലപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് അതിനോടുള്ള സമീപനം അതിൻ്റെ നയപരിപാടികളും കാര്യങ്ങളും വെച്ച് ആയിരിക്കും ഏത് മുന്നണിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും ചർച്ച ചെയ്യാം. ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാരോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു, മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടും ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ UDF തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും അസംബ്ലിയോടനുബന്ധിച്ച്. അപ്പോഴായിരിക്കും അതിനെ സംബന്ധിച്ച് ഒന്നിച്ചൊരു അഭിപ്രായം യോഗത്തിൻ്റെ മുമ്പ്, വണ്ടിയുടെ മുമ്പ് പിന്നെ ചാക്ക് കൊണ്ടേ കുതിരക്ക് അല്ല, അതല്ല, അതൊക്കെ ആർക്കും സ്വാതന്ത്ര്യമില്ല. പാർട്ടി ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അതുപോലെ തന്നെ പാർട്ടി രൂപീകരിക്കാൻ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. അതിൻ്റെ നയം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. LDF-നെ എതിർക്കാം, UDF-നെ എതിർക്കാം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഞങ്ങളെ സെറ്റപ്പ് കണ്ടിട്ട് വയനാട് ദുരന്തത്തിന് വേണ്ടി ഒന്ന് ആഹ്വാനം ചെയ്തപ്പോൾ വന്ന പ്രതികരണം കണ്ടില്ല. ഒരു അണിക പാർട്ടിക്കല്ലാതെ സാധിക്കും. വയനാട് ദുരന്തത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. അതുകൊണ്ട് സാധിക്കൽ വിദ്യാർത്ഥികൾ ഒരു ആഹ്വാനം കൊടുത്തു. അതിന് വേണ്ട ഫണ്ട് കയറി ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പേ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി നിൽക്കുക. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ വ്യാഖ്യാനം ആളെ പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സംഘടനാപരമായിട്ട് പോകുമ്പോൾ നിങ്ങൾ വ്യാഖ്യാനം ഓരോരോ കഥകൾ ഓരടിച്ച് നിങ്ങൾ തന്നെ ഇറക്കുക, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ഇറക്കിപ്പിക്കുക.
എന്താ അത് ക്യാൻസൽ ചെയ്തു അറിയാം. അങ്ങനെയൊക്കെ നിങ്ങൾ കഥകളുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല. ലീഗ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒക്കെ ഒരു പാർട്ടി. അതാ ഞാൻ വയനാട് ദുരന്തത്തിൻ്റെ കാര്യം പറഞ്ഞത്. വയനാട് ദുരന്തം നടന്നിട്ട് 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഞാനവിടെ എത്തി. ഞങ്ങൾ അവിടുത്തെ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ട് അവിടുന്ന് മടങ്ങിയിട്ടു. ഞങ്ങൾ കാരണം എന്താ വെച്ചാൽ അത് ആരോപണ വിധേയർ തന്നെ പിന്നെ അന്വേഷണം നടത്തി അവർ ചുറ്റാൻ പറ്റും. അതിപ്പോൾ അത് കാര്യമില്ല. അത് കള്ളപ്പാരത്താക്കോൽ എത്തിക്കുന്ന വഴിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സംശയം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് മലപ്പുറം ബേസ് ആയിട്ടൊരു പാർട്ടി വരികയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനോടുള്ളൊരു നിലപാട് ഇപ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ചർച്ച ചെയ്യുമെന്നുള്ളതാണോ? 4-ാം തീയതിയാണ് സഭ തുടങ്ങുന്നത്. അന്ന് വയനാട് ദുരന്തത്തിൻ്റെ ഒക്കെ വെച്ച് സമയം കിട്ടും. അന്ന് തന്നെ ഇൻഫോർമൽ ചർച്ച ഉണ്ടാവും. ഔദ്യോഗികമായിട്ട് UDF പിന്നീടായിരിക്കാം മറ്റോ കൂടുന്നുണ്ട്. ദൈവവിച്ചയില്ലാത്തത് കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നിയമസഭാ സമ്മേളന കാലത്ത് തന്നെ ചർച്ച ചെയ്യും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഒറ്റ വിഷയം ഒരു വിഷയം ഇന്ന വിഷയത്തിൽ മുസ്ലിം ലീഗ് സമരം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ നമുക്കറിയാലോ, ഈ +1 വേണ്ടിയിട്ടുള്ള എത്ര സമരം ഞങ്ങൾ നടത്തി. അതിനുശേഷം ഈ സുജിദാസിനെതിരായിട്ടുള്ള എത്ര സമരം ഞങ്ങൾ നടത്തി. ഏത് വിഷയം, ഇലക്ട്രിസിറ്റി ചാർജ് പറഞ്ഞത്, ഇങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏത് വിഷയത്തിലാണ് മുസ്ലിം ലീഗ് അഡ്രസ് ചെയ്യാത്തത്, സമരം ചെയ്യാത്തത്? പിന്നെ വെറുതെ ഇങ്ങനെ പറയാതെ ഇതൊക്കെ നിങ്ങൾ കാണുന്ന ആൾക്കാരല്ലേ, ചെറിയ സമരമല്ല. അതെ, ഇനി 2-3 കാര്യങ്ങൾ പറയാം. ഞങ്ങൾ ഒരു വിഷയങ്ങളും മറക്കാറില്ല. അതിൻ്റെ ന്യായത്തിൽ അതിൻ്റെ അവസാനം വരുന്നത് സുക്കൂർ കേസ് വന്നു. അന്ന് പിന്നെ എന്തെല്ലാം കഥകളുണ്ടാകും. ആ കേസ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തി. ആ കേസിനെ സംബന്ധിച്ച് സുക്കൂറിൻ്റെ ബ്രദർ അവസാനം പറഞ്ഞത് കേട്ടി പാർട്ടിയെ സംബന്ധിച്ച് അതാണ് സർട്ടിഫിക്കറ്റ്. യഥാർത്ഥ സർട്ടിഫിക്കറ്റ് പറയേണ്ടത് കുടുംബമാണ്. അവിടുത്തെ ജില്ലാ കമ്മിറ്റിയാണ് ആ കേസ് മുഴുവൻ നോക്കുന്നത്. സ്റ്റേറ്റ് കമ്മിറ്റിയാണ് അത് മുഴുവൻ നടക്കുന്നത്. താമർ ജീപ്പിയുടെ ബ്രദർ 2 ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നു. അത് അവർക്ക് കോമ്പൻസേഷൻ കിട്ടാത്ത ആരും ആ കേസ് മീഡിയയിൽ നിന്ന് പോയപ്പോൾ നിങ്ങളൊക്കെ മീഡിയ അങ്ങനെ ഞങ്ങൾ കുറ്റം പറയല്ല. ഇന്നത്തെ വാർത്ത നാളെ വാർത്ത വരുമ്പോൾ മാറും, ഞങ്ങൾക്ക് മാറില്ല. ആ കേസ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുക. സുജിദാസ് ഉണ്ടാക്കിയ ആ കൊലപാതകത്തിൻ്റെ കേസ് ഞങ്ങളാണ്. അത് അവർക്ക് വിശ്വാസം ഞങ്ങൾ ഏറ്റെടുത്തത്. ഇപ്പോൾ കോമ്പൻസേഷൻ ഉണ്ട്. CBI കേസ് എഴിഞ്ഞു പോകുന്നു എന്നുള്ളത് അവർക്ക് പരാതിയിട്ടുണ്ട്. CBI ഏറ്റെടുത്തോടുകൂടി എല്ലാം ഓക്കെ എന്ന് പറയാൻ കഴിയില്ലല്ലോ. കേസ് അന്വേഷണം നടക്കണ്ടേ. ഞങ്ങളത് വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ട് പാർട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കൊടിഞ്ഞി ഫൈസലിൻ്റെ കൊലപാതകം സംബന്ധിച്ചുള്ള കേസ് അത് ഇതേമാതിരി തന്നെയാണ്. നീതി നടപ്പിലാകുന്നില്ല. ഒറ്റ പ്രോസിക്യൂട്ടർ നിൽക്കുന്നില്ല. പ്രോസിക്യൂട്ടർമാരൊക്കെ വരുന്നു പോകും. അതെന്താ? ട്രയൽ നടക്കുന്നില്ല. ഞങ്ങളത് ശ്രദ്ധിച്ചു, പാർട്ടിയത് ശ്രദ്ധിച്ചു. ഇന്ന് യൂത്ത് ലീഗ്, ജില്ലാ യൂത്ത് ലീഗ് അവിടെ പ്രക്ഷോഭം നടത്തുക. ഒരു കാര്യം ഞങ്ങൾ മറക്കൂല്ല, ഞങ്ങൾ വിടില്ല. ആ ധാരണ നിങ്ങൾക്ക് വേണ്ട. പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ചിലപ്പോൾ പല രീതിയിലും പോകും. അതിനൊക്കെ അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും. അത് ഞങ്ങൾ ബോധർ ചെയ്യാറില്ല. നമുക്കത് ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരേപോലെ ആവശ്യപ്പെട്ടതാണ്. കേന്ദ്രം അർഹിച്ചൊരു സഹായം തന്നിട്ടില്ല തോന്നുന്നില്ല. ഇതിൽ കേന്ദ്രം അർഹിച്ച സഹായം തന്നിട്ടില്ലല്ലോ. കേന്ദ്രം പ്രധാനമന്ത്രി വന്ന് ശീഘ്രഗതിയിൽ വിസിറ്റ് നടത്തി അന്ന് കാണിച്ച ആ വൈകാരികമായ സംഗതികളൊന്നും പിന്നീട് കാണുന്നില്ല, പിന്നീട് കണ്ടിട്ടില്ല. കേന്ദ്രം കേരളത്തിൽ ഈ ആ ദുരന്തത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ലീഗിൻ്റെ അഭിപ്രായം. സംശയമൊന്നുമില്ല. മാത്രമല്ല, ഞങ്ങളിപ്പോൾ വയനാട് ദുരന്തത്തിൽ ഇത്രയധികം ഫണ്ടൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തെങ്കിലും എത്ര പ്രാവശ്യമാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്തത്, എത്ര പ്രാവശ്യമാണ് റവന്യൂ മന്ത്രിയോട് സംസാരിച്ചത്. ഞങ്ങൾ വ്യവസ്ഥിതിയെ മാനിച്ച് അവിടുത്തെ സർക്കാർ ഈ കാര്യത്തിൽ ഞങ്ങളൊരു എന്താ പറയുക, പിന്നെ ഒരു വലിപ്പമൊന്നും കാണിക്കാതെ ആളുകൾക്ക് അറിയിക്കുന്നത് കിട്ടണം എന്നുള്ള സ്റ്റാൻഡാണ് ഞങ്ങൾ എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് കേന്ദ്രം കേരളത്തിന് അർഹപ്പെട്ടത് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുഖ്യമന്ത്രിയെ മിസ്കോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കോട്ട് ചെയ്തിട്ട് അത് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഗൗരവമുള്ള സംഗതിയാണ്. അത് PR ഏജൻസിക്ക് പറ്റിയൊരു തെറ്റാണ്. ഒരു ചെറിയ
പിന്നെ അവിടെ കൊണ്ട് അത് അവസാനിക്കില്ല. കാരണം വെച്ചാൽ നാഷണൽ ചാനലുകളും അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ഈ കമ്മ്യൂണൽ പ്രചരണത്തിൻ്റെ വക്താക്കൾ ഇത് കൊണ്ടു നടക്കും. ഈവൺ ഇപ്പോൾ നടക്കാൻ പോകുന്ന സ്റ്റേറ്റ് ഇലക്ഷനിൽ വരെ അവരത് ഉപയോഗിക്കും, ഉറപ്പാണ്. ഇല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കും, പിന്നെയാണ് കിട്ടുമ്പോൾ. അതുകൊണ്ടാണോ ഈ PR ഏജൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിച്ച് പറയുന്നത്? അല്ലെങ്കിൽ മന്ത്രിമാർ പറയുന്നുണ്ട്? അല്ല, ഉണ്ടെന്ന് അവരല്ലേ പറഞ്ഞത്. ഇത് ഇന്നലെ പറഞ്ഞത് PR ഏജൻസി പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നല്ലേ. ഉണ്ടെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞോ? ഉണ്ടെന്ന് PR ഏജൻസി കൊടുത്തതാണ്. തെറ്റ് പറ്റിയപ്പോൾ ഇന്ന് അതിന്റെ പേരും കാര്യമൊക്കെ വന്നുകൊണ്ടിരിക്കണല്ലോ. ഇപ്പോഴും പച്ചയ്ക്ക് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. മന്ത്രിമാരുൾപ്പെടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ഇപ്പോ അതായത് PR ഏജൻസിയുടെ ആവശ്യം മുഖ്യമന്ത്രിക്ക് ഇല്ല, അങ്ങനെ PR ഏജൻസി ഇല്ല. എന്നാൽ മുഖ്യമന്ത്രി എന്ന പൊളിറ്റിക്കൽ ലീഡർ PR ഏജൻസിനെ ഉപയോഗിച്ച് വർത്തമാനം പറയാറുള്ളൂ എന്നല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ ചർച്ച. ഇവിടുത്തെ ചർച്ച പറഞ്ഞാൽ വന്ന ന്യൂസ് അതിൻ്റെ പേരും കൂടി പറയുന്നുണ്ടല്ലോ. ആ ഏജൻസി കൊടുത്താന്ന് വിശദീകരിച്ചത് അവരല്ലേ. നമ്മൾ പറഞ്ഞതല്ലേ ഏജൻസി കൊടുത്താന്ന് പറഞ്ഞത് അവരാണല്ലോ. ഈ PR ഏജൻസി മോദിയുടെ പല പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ്. അവരുടെ മാത്രം ലക്ഷ്യമായിരിക്കോ അതോ ഇത് ഈ വാർത്തകൾ പുറത്ത് വന്ന് വിവാദം കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നത്? അതിൻ്റെ അന്ന് രാത്രി ഈ ചാനൽ ചർച്ചയിൽ വന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ന്യായീകരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയും ഈ പാർട്ടിയും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്? PR ഏജൻസി ആണോ? അതെ PR ഏജൻസി ഈ മുഖ്യമന്ത്രിൻ്റെ ഓഫീസും മുഖ്യമന്ത്രിയൊന്നും അറിഞ്ഞിട്ടല്ല PR ഏജൻസി ആണെന്ന് വെച്ച വാദത്തിന് വേണ്ടി ആണെങ്കിൽ തന്നെ ഇതിന് ഗൗരവം കൂടുന്ന എന്താണെന്നറിയാം. ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക്റ്റ് ആണ് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വർത്തമാനകാലത്ത് ചർച്ചാ വിഷയമാണ്. കാരണം ഒരു 2.5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ക്രൈം കണക്കുകളെക്കാൾ ഇപ്പോൾ 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ പോലെ 4 ഇരട്ടി 5 ഇരട്ടി ആണ് കേസ്. 40,000 കേസായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. പെറ്റി കേസ് മുഴുവൻ എടുത്ത് അതെല്ലാം കൂടി ബൈക്കിൽ പോകുമ്പോൾ ഡബിൾ ലോഡ് ഓവർലോഡുള്ളത് അങ്ങനത്തെ കേസെല്ലാം കൂടി ഇതൊരു ക്രൈം ഡിസ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢ ശ്രമം. അവിടെ ഇപ്പോൾ ഈ PR ഏജൻസി കൂടി കടന്നിട്ട് ഇവിടെ ഇങ്ങനത്തിലുള്ള ഒരു വളരെ മോശമായ വാർത്ത, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ള വാർത്തയും കൂടി PR ഏജൻസി കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ആര് ചെയ്തു എന്നുള്ളത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ. നമ്മൾ ഊഹിച്ച് പറയുന്നത് നിരുത്തരവാദപരമായ സമീപനമായിരിക്കും. പക്ഷേ ചെയ്തത് മഹാപാതകം. ഈ മുഖ്യമന്ത്രിയുടെ പേരിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നു. ഇത് ദേശീയ തലത്തിൽ അവർ ചർച്ചയാക്കും. നടക്കാൻ പോകുന്ന ഇലക്ഷനുകളിലൊക്കെ അത് അവർ ചർച്ചയാക്കും. അത് വളരെ മോശം. മുഖ്യമന്ത്രി ഓഫീസ് BJP നേതൃത്വം ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനൊരു സംഭവം നടത്തിയെന്നാണ് അൻവർ ആരോപിക്കുന്നത്. അങ്ങനെ BJP നേതൃത്വവും മുഖ്യമന്ത്രി ഓഫീസും തമ്മിലൊരു അവിശുദ്ധമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ട്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വസ്തുതാപരമായി പുറത്തു വന്ന കാര്യങ്ങൾ തന്നെ ധാരാളം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് ജനറലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുന്നതിനേക്കാൾ പ്രധാനം ഇപ്പോൾ ഈ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുന്നതിലാണ് ഇപ്പോൾ പ്രധാനം. ഇതിന് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതമില്ല. അതായത് മലപ്പുറം ജില്ല മൈനോറിറ്റിയുടെ ജില്ലയാണ്. ഇവിടെ കൂടുതൽ കേസുകൾ വരുന്നു. ഇവിടുത്തെ ആളുകൾ കൂടുതൽ ക്രിമിനലാണെന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും ഒരാൾ വിവരാവകാശം കൊടുത്താൽ പോലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ജില്ലയായി മലപ്പുറം ചിത്രീകരിക്കപ്പെടാം. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കില്ലേ മൈനോറിറ്റിയോട്? സുജിത് ദാസ് പിന്നെ ഇവിടെ SP ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് എല്ലാവരും പറഞ്ഞതാണ്. നിയമസഭയിലും പറഞ്ഞതാണ്. നിയമസഭയിലും ഞാൻ ഈ വിഷയം പറഞ്ഞതാണ്. അപ്പോൾ അത് അന്നത്തെ ആരോപണം തന്നെ അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ടാർഗറ്റ് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി BJP ഒരു വശത്ത് നടത്തുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു കുറച്ച് പോലീസ് ഓഫീസർമാരും അതേ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. ഞാൻ മറുപടി പറയേണ്ടത് പോലെയാണ്. കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണോ യാദൃച്ഛികമായിട്ട് സംഭവിച്ചാണോ എന്നുള്ളതിന് മറുപടി പറയേണ്ടത് അവരാണ്. സംഭവിച്ചു എന്നുള്ള വസ്തുതയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 8-10 ഇരട്ടി പിന്നെ കേസുകൾ വരുമോ? വരൂലല്ലോ. മുഖ്യമന്ത്രി